മാംസമായി ഭൂമിയിൽ വസിച്ചു മാനവരൂപനായി ഇന്നു ദിവ്യ കാരുണ്യമായി ഇവിടെ ഓസ്തിയിൽ വാഴുന്നു. വചനമാംസമായി ഭൂമിയിൽ വസിച്ചു മാനവരൂപനായി ഇന്നു ദിവ്യ കാരുണ്യമായി ഇവിടെ ഓസ്തിയിൽ വാഴുന്നു. വചനമാംസമായി ഭൂമിയിൽ വസിച്ചു മാനവരൂപനായി ഇന്നു ദിവ്യ കാരുണ്യമായി ഇവിടെ ഓസ്തിയിൽ വാഴുന്നു. ശിരസ്സു നമിച്ചിടാം, നാഥനു സ്തുതികൾ പാടിടാം. 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 സ്തുതികൾ പാടിടാം, സ്തുതികൾ പാടിടാം. സ്തുതികൾ പാടിടാം, സ്തുതികൾ പാടിടാം. സ്തുതികൾ പാടിടാം. വചനമാംസമായി ഭൂമിയിൽ വസിച്ചു മാനവരൂപനായി ഇന്നു ദിവ്യ കാരുണ്യമായി ഇവിടെ ഓസ്തിയിൽ വാഴുന്നു. വചനമാംസമായി ഭൂമിയിൽ വസിച്ചു മാനവരൂപനായി ഇന്നു ദിവ്യ കാരുണ്യമായി ഇവിടെ ഓസ്തിയിൽ വാഴുന്നു. ശിരസ്സു നമിച്ചിടാം, നാഥനു സ്തുതികൾ പാടിടാം. ശിരസ്സു നമിച്ചിടാം, നാഥനു സ്തുതികൾ പാടിടാം. ശിരസ്സു നമിച്ചിടാം, നാഥനു ദിവികാരുണ്യയുടെ സന്നിധിയിൽ ശിരസ്സു നമിച്ചുകൊണ്ട് ഞങ്ങളെ ആരാധിക്കുന്നു. സ്തുതികൾ പാടിടാം, സ്തുതികൾ പാടിടാം. സ്തുതികൾ പാടിടാം. പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ ദിവികാരുണ്യീശോയുടെ സന്നിധിയിൽ നമുക്ക് ഏറ്റവും ഭക്തിയോടെ ആയിരിക്കാം. വിമല സങ്കേതം ശുശ്രൂഷയുടെ 34-ാം ദിനം നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിലേക്ക് ചേർത്ത് വയ്ക്കുന്ന, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്ന അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിനം. കർത്താവിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഈ 33 ദിനങ്ങളിലൂടെ ഈശോ അനുഗ്രഹിക്കുകയായിരുന്നു. എണ്ണിയാൽ തീരാത്ത വിധം കൃപകളാൽ അനുഗ്രഹങ്ങളാൽ നമ്മളെ പരിപാലിച്ച നല്ല ദൈവത്തിന് നമ്മൾ ഹൃദയത്തിൽ നന്ദി പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൽ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുമ്പോൾ, പ്രതിഷ്ഠിക്കുമ്പോൾ അമ്മ നമ്മുടെ ജീവിതങ്ങളെ ദിവികാരുണ്യീശോയിലേക്ക് ചേർത്ത് വയ്ക്കും എന്നതിൽ യാതൊരു സംശയമില്ല. പ്രാർത്ഥനയോടെ നമ്മൾ ആരംഭിച്ച നമ്മുടെ ശുശ്രൂഷ ഇന്നതിൻ്റെ സമാപന ദിവസം എത്തി നിൽക്കുമ്പോൾ ഈ 33 ദിനങ്ങളിൽ, കഴിഞ്ഞ 33 ദിനങ്ങളിൽ നമ്മെ അനുഗ്രഹിച്ച നല്ലവനായ ദൈവത്തിന് ഹൃദയത്തിൽ നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒത്തിരിയധികം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചിട്ടായിരിക്കും നിങ്ങളൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. പല പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് വഴിയൊരുക്കുകയായിരുന്നു. എണ്ണിയാൽ തീരാത്ത വിധം കൃപകളാൽ നമ്മളെ നയിച്ച ദൈവത്തിന് നന്ദി പറയുമ്പോൾ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ
ഒരു വചനമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം തിരുവചനങ്ങൾ. പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം തിരുവചനങ്ങൾ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. പ്രിയമുള്ളവരെ, വലിയൊരു അഭിഷേകം തുളുമ്പുന്ന വചനം. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരെ പോലെ ഞാൻ ചക്ക് നിറച്ചു. നോക്കിക്കേ, കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഈ ദിവസങ്ങളിൽ നമ്മളെ കൈപിടിച്ച് നയിച്ചില്ലേ? നല്ല ദൈവത്തിന് ഹൃദയത്തിൽ നന്ദി പറയാം. കർത്താവേ, ഈ 33 ദിനങ്ങളിലൂടെ ഞങ്ങളെ കൈപിടിച്ച് നയിച്ച നിന്റെ അനന്തമായ കൃപയ്ക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുകയാണ്, സ്തുതിക്കുകയാണ്, നിനക്ക് നന്ദി പറയുകയാണ്. അനവധിയായ പ്രാർത്ഥന നിയോഗങ്ങൾ ഈ ദിവസങ്ങളിൽ ദിവികാരുണ്യ ആരാധനയുടെ സാന്നിധ്യത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ച നിയോഗങ്ങളുണ്ട്. ഓൺലൈൻ ശുശ്രൂഷയിലൂടെ നിങ്ങൾ എഴുതി അറിയിച്ച ഒത്തിരി നിയോഗങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ അറിയുന്നവന ദൈവം, നമ്മുടെ ഓരോ മുടിയിഴ നാര് പോലും അറിയുന്നവന ദൈവം, എണ്ണം അറിയുന്നവന ദൈവം. ഇത്രത്തോളം നമ്മളെക്കുറിച്ച് കരുതുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകളിലൂടെ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച ദൈവത്തിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് നമ്മൾ ചേർന്ന് നന്ദി പറയുക. പ്രിയമുള്ളവരെ, സ്വർഗം ഇത്രത്തോളം കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു ജീവിതമായിരുന്നു പരിശുദ്ധ അമ്മയുടേത്. സ്വർഗീയ കൃപകളുടെ വിതരണക്കാരിയാണ് പരിശുദ്ധ അമ്മ. സഭയുടെ പഠനം അതാണല്ലോ നാം കഴിഞ്ഞ ദിനങ്ങളിൽ ധ്യാനിച്ചു പോയത്. സ്വർഗീയ കൃപകളുടെ വിതരണക്കാരിയ പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്നും ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളും നമുക്കായി വാങ്ങിത്തരും. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദിനങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ജീവിത മേഖലകളെ സമൃദ്ധമായി അനുഗ്രഹിച്ച ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇരുകരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക്, ദിവികാരുണ്യ സന്നിധിയിലേക്ക് ഒന്ന് നീട്ടിപ്പിടിച്ച് നമുക്ക് നെറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദിവികാരുണ്യ ഈശോയെ, സ്വരമുയർത്തി പ്രാർത്ഥിക്കട്ടെ. ദിവികാരുണ്യ ഈശോയെ, കരുണയുള്ള നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ കഴിഞ്ഞ 33 ദിനങ്ങളിൽ ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ച നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിൽ അങ്ങ് ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി, അഭിഷേകം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചതിന് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. കർത്താവായ ഈശോയെ, കഴിഞ്ഞ 33 ദിനങ്ങളിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ കൃപയിൽ നിലനിൽക്കുവാനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആരാധന ഗീതത്തോട് ചേർന്ന് ഈശോയെ നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സന്തോഷത്തോടെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ ഒന്നിച്ച് കരമടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. കുടുംബം ഒന്നിച്ചാണെങ്കിൽ കുടുംബം ഒന്നിച്ച് കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറയുക. വൻകാര്യങ്ങൾ ഈ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവ് അനുഗ്രഹിച്ചതിനെ ഓർത്ത്, ജീവിതത്തിലേക്ക് നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് എല്ലാവരും ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈശോയെ ആരാധിച്ച്
മഹത്വപ്പെടുത്തുകയാണ്. താളമേളത്തോടെ ദൈവത്തിന് നന്ദി പറയുകയാണ്, ആരാധിക്കുകയാണ്, സ്തുതിക്കുകയാണ്. ദൈവം തന്നുവെല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. ചേർന്ന് പാടി. ദൈവം തന്നുവെല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. ആരാധിച്ചുകൊണ്ട് താളമേളത്തോടെ, ചേർന്ന് പാടി. വാദ്യഘോഷത്തോടെ, ആരാധന ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ, വാദ്യഘോഷത്തോടെ, ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദിവികാരുണ്യ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 33 ദിനങ്ങൾ 4 ഘട്ടങ്ങളിലൂടെ ഈശോ നമ്മളെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുകയായിരുന്നു. ഇതാ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹോസിയ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും, ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും, കാരണം അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു. ഇസ്രായേലിന് ഞാൻ തുഷാര ബിന്ദു പോലെ ആയിരിക്കും, ലില്ലി പോലെ അവൻ പുഷ്പിക്കും, ഇലവ് പോലെ അവൻ വേരുറപ്പിക്കും, അവന്റെ ശാഖകൾ പടർന്നു പന്തലിക്കും, അവന് ഒലിവിന്റെ മനോഹാരിതയും ലെബനോനിന്റെ പരിമളവും ഉണ്ടായിരിക്കും. അവൻ തിരിച്ചു വന്ന് എൻ്റെ തണലിൽ വസിക്കും, പൂന്തോട്ടം പോലെ അവൻ പുഷ്പിക്കും, ലെബനോനിലെ വീഞ്ഞു പോലെ അവൻ സൗരഭ്യം പരത്തും. കർത്താവേ, നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ജീവിതത്തിന്റെ ചൈതന്യത്തെ തിരികെ നൽകി ആത്മീയ ശുശ്രൂഷകളിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞങ്ങളെ അനുഗ്രഹിച്ച നല്ല ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം തന്ന ഈ ജീവിതം ദൈവമഹത്വത്തിനായിട്ട് ഇനി മാറ്റിവെക്കുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഗാനത്തോട് ചേരാം, ഈശോയെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ, വാദ്യഘോഷത്തോടെ, ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ, വാദ്യഘോഷത്തോടെ, ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ഒരിക്കൽ കൂടി താളമേളത്തോടെ ഈശോ ആരാധിച്ച്, താളമേളത്തോടെ, വാദ്യഘോഷത്തോടെ, ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ഈശോയെ നമ്മൾ ആരാധിച്ച് സ്തുതിക്കുമ്പോൾ തമ്പുരാനിത ഹഗ്ഗായി പ്രവചനം 1-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനത്തിലൂടെ അരുളി ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഞാൻ നിങ്ങളുടെ ജീവിതത്തെ പുതിയ അഭിഷേകത്താൽ നിറയ്ക്കും, പുത്തൻ ചൈതന്യത്താൽ നിങ്ങളുടെ ജീവിതത്തെ ഞാൻ കൃപകളാൽ അഭിഷേകം ചെയ്യും. കർത്താവേ, ഈ ദിനങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയ നന്മകൾക്ക്, അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ നൽകിയ നല്ല അവസരത്തിന്, പ്രാർത്ഥനകളിലൂടെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തിയതിന്, ഞങ്ങളുടെ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകി ഞങ്ങളെ മോചിപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്വയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഈശോയെ ആരാധിച്ചുകൊണ്ട് ഗാനത്തോട് ചേർന്ന് നന്ദിയോടെ ദൈവസന്നിധിയിൽ പാടി പ്രാർത്ഥിക്കുന്നു.
സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ഒരിക്കൽ കൂടി ചേർന്ന് പാടി താളമേളത്തോടെ താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സ്തുതിച്ചുകൊണ്ട് പാടട്ടെ. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ എല്ലാവരും ഈ ദിനങ്ങളിൽ ദൈവം നൽകിയ നന്മകൾക്ക് കൃപകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഷോഡസന്നതിയിൽ ഒത്തിരി ആനന്ദത്തോടെ സന്തോഷത്തോടെ സ്വയം സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 സ്വയം ആരാധന സ്വയം മഹത്വം. ഹല്ലേലൂയ 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 സ്വയം അതിശയ ആരാധന. ഹല്ലേലൂയ 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 സ്വയം നന്ദി. ഹല്ലേലൂയ 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 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 സ്വയം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 സ്വയം ആരാധന, പരിശുദ്ധനെ ആരാധന. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വ്യക്തി ജീവിതങ്ങൾക്ക് കരുത്ത് നൽകുന്ന പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ ഏറ്റവും ഭക്തിയോടെ ദിവികാരുണ്യീശോയെ നമുക്ക് നോക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈശോയെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ദൈവകൃപയോട് ദൈവഹിതത്തോട് ചേർന്ന് നിന്നപ്പോൾ തൻ്റെ ജീവിതം അഭിഷേകം നിറഞ്ഞതായി, അനുഗ്രഹം നിറഞ്ഞതായി, അനേകരെ പ്രത്യാശയിലേക്ക് നയിച്ച ഒരു ജീവിതമായി പരിശുദ്ധ അമ്മയുടെ ജീവിതം മാറി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നമ്മളിതാ ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ടൊരുങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ വിമല സങ്കേതം ശുശ്രൂഷ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നിനക്കും ഒരിടമുണ്ട്, നിനക്കും ഒരു സങ്കേതമുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നിനക്കൊരിടമുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് നിന്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യത്തിലേക്ക്, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈ ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് നമുക്ക് യാചിക്കാം. നമ്മളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധ അമ്മയിലൂടെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥ സാന്നിധ്യം ഈ ശുശ്രൂഷയുടെ നിറവിലേക്ക് നമ്മളെ നയിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ജപമാലയുടെ ഒരു ദിവ്യരഹസ്യം ചൊല്ലി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ്
വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുന്നത് ഈശോയുടെ സാന്നിധ്യത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വചനങ്ങളാണല്ലോ നമ്മൾ ഏറ്റുപറയുന്നത്. അത് വലിയ അഭിഷേകം നമ്മളിലേക്ക് ചൊരിഞ്ഞു തരും. ജപമാലയുള്ളവരൊന്ന് ജപമാല കരങ്ങളിലെടുക്കുക. സന്തോഷത്തിൻ്റെ ഒന്നാമത്തെ ദിവ്യരഹസ്യമാണ് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത്. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വിശ്വാസം വന്നിട്ട് പറയും. ജ്ഞാനസ്നാന നാളിൽ നമുക്കായി നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ പറഞ്ഞത്, വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ പൂർണ്ണമായ അറിവോടും ബോധ്യത്തോടും കൂടി നമ്മൾ പറഞ്ഞത്, ഇന്ന് നമ്മൾ ആ വ്രതങ്ങളെയൊക്കെ നവീകരിക്കുമ്പോൾ നമുക്ക് സഭയിലുള്ള വിശ്വാസം നമുക്ക് ഏറ്റുപറയാൻ ജപമാലയുടെ വിശുദ്ധ കുരിശ് നമ്മുടെ കരങ്ങളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിന് പിറന്നു, പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തന്റെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാനും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങ് തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന് പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങ് തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന് മുന്നുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങ് തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സന്തോഷകരമായ ഒന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അറിയിച്ചു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യം നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ കടന്നു വന്നതുപോലെ ആ ദൈവിക സ്വരത്തെ പരിശുദ്ധ അമ്മ സ്വീകരിച്ച് ദൈവപുത്രൻ്റെ മാതാവായി തീർന്നതുപോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായതുപോലെ ദൈവസ്വരം ശ്രവിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും ദൈവകൃപയിൽ ജീവിക്കുവാനും പരിശുദ്ധ അമ്മ മാതാവെ പാപികളും ബലഹീനരുമായ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് സാധിക്കുന്നവർ കരങ്ങളൊന്ന് യാചനാരൂപത്തിൽ അല്പം ഒന്ന് വിടർത്തിപ്പിടിച്ച് ചെറിയൊരു സഹനമുണ്ടെങ്കിലും നമ്മുടെ വലിയ നിയോഗങ്ങളുടെ മേൽ അത് അനുഗ്രഹമായിട്ട് മാറുമെന്ന വിശ്വാസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും വ്യക്തി ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി അനുഗ്രഹിക്കുവാൻ അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അമ്മയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അമ്മയുടെ സാന്നിധ്യത്തിലേക്ക് മാധ്യസ്ഥത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും ദൈവസ്നേഹത്തിൻ്റെ നിറവുണ്ടാകുവാൻ കാനായിലെ ഭവനത്തിലെന്നതുപോലെ അമ്മ മാധ്യസ്ഥ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞങ്ങളുടെ ഭവനങ്ങളിൽ രോഗങ്ങളാൽ വേദനിക്കുന്നവരെ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് വയ്ക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഭവനങ്ങളിൽ നിന്നും വിദൂരങ്ങളിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കുടുംബ സമാധാനം നഷ്ടപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ആരെങ്കിലുമൊക്കെ കൂദാശകളിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഭവനങ്ങളിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. നിത്യശാന്തി നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്നും പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ സങ്കടം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞങ്ങളുടെ യുവജനങ്ങളെയും കുഞ്ഞുമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹീതയാവുന്ന അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഭവനത്തിന്റെ സാമ്പത്തിക മേഖലകളെ, വരുമാന മാർഗങ്ങളെ, കടബാധ്യതകളാൽ അസ്വസ്ഥരായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്ന കർത്താവിന്റെ വലിയ അനുഗ്രഹം ഫിലിപ്പി ലേഖനം 4:19 വചനത്തിന്റെ അഭിഷേകം കർത്താവെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഈ 33 ദിനങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ നിയോഗങ്ങൾ എല്ലാം ഒരു നിമിഷം ഓർത്തേ. ശലോം കൂട്ടായ്മയോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും സ്നേഹ ഓർക്കുന്നു, സമർപ്പിക്കുന്ന ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കുന്നു. പരിശുദ്ധ അമ്മ വലിയ സംരക്ഷകയാണ്. സ്വർഗീയ കൃപകളാൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ ഒത്തിരി സന്തോഷത്തോടെ കാത്തിരിക്കുന്നവള. അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും ഏറ്റവും ഭക്തിയോടെ തീഷ്ണതയോടെ ഒന്ന് ചേർത്ത് വെച്ച് നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അപേക്ഷിക്കണമേ. പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദിവികാരുണ്യ സാന്നിധ്യത്തിൻ്റെ നിറവിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമ്മൾ യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മയോട് ചേർന്ന് നമ്മൾ ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മയിലൂടെ ഈശോ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ അനുഗ്രഹിക്കും. തീർച്ചയാണ് അമ്മയുടെ മാധ്യസ്ഥത്തിന് വലിയ ശക്തിയുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈശോയെ ആരാധിച്ച് പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ ലുത്തിനെ ചൊല്ലി നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്നവർ മുട്ടിന്മേലായിരുന്നു കൊണ്ട് ദിവികാരുണ്യ ആരാധനയുടെ സാന്നിധ്യത്തിൽ അമ്മയോട് ചേർന്ന് ഈശോയെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം.
കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ, ദൈവകുമാരനു മാതാവേ. രക്ഷകനൂഴിലംബികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിതരാം നിർമ്മല മാതാവേ, കരയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ, വിവേകമതിയാം കന്യകയേ, വിശ്രുതയാം സുരകന്യകയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ, മാനവനുത്സവദായികയേ, ദൈവികമാം പനിനീർ സുമമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്ത ഗോപുരമേ, പൊന്നിൻ പൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാഗ്ദാനത്തിൻ പേടകമേ, സ്വലോകത്തിൻ ദ്വാരകമേ, പുലർക്കാലത്തിൻ താരകമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമിയെന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ, പാപിക്കവനിലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കേഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തുജനത്തിൻ പാലികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാനവനിരയുടെ രാജ്ഞി, ഭാവാന്മാരുടെ രാജ്ഞി, സ്ത്രീകന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കന്യകമാരുടെ രാജ്ഞി, വന്ദകനിരയുടെ രാജ്ഞി, രക്താംഗിതരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, കർമ്മല സഭയുടെ രാജ്ഞി, അമലോത്ഭവയ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി, സ്വർഗാരോപിതരാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാദാ, പാപം പൊറുക്കേണമേ നാദാ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാദാ, പ്രാർത്ഥന കേൾക്കേണമേ നാദാ, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാദാ, ഞങ്ങളിൽ കനിയേണമേ നാദാ, ഞങ്ങളിൽ കനിയേണമേ. പ്രാർത്ഥനയോടെ ദിവികാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമ്മളായിരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്ത ദൈവത്തെ പരിശുദ്ധ അമ്മ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ദിനങ്ങളിലൂടെ ഒത്തിരി കൃപകളും അനുഗ്രഹിച്ച ദൈവത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. എളിമയുള്ള ഹൃദയത്തോടെയാണ് നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, നിന്റെ സന്നിധിയിൽ താഴ്മയോടെ എളിമയോടെ ഞങ്ങൾ നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ അങ്ങ് നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞ സ്തോത്രഗീതത്തിൻ്റെ ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയും എണ്ണിയാൽ തീരാത്ത വിധം കൃപകളാൽ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ അലങ്കരിച്ച ദൈവമേ, മറിയത്തോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ്. തമ്പുരാൻ നൽകിയ കൃപകൾക്ക് അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മ ദൈവസന്നിധിയിൽ നന്ദി പറയുന്നതാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഹൃദയത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് വചനഭാഗം വായിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധയോടുകൂടെ മനസ്സിൽ ഈ വചനഭാഗം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്ക് ഹൃദയത്തിൽ നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. പ്രാർത്ഥനയോടെ ഈശോയെ, നീ നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിതാ നിനക്ക് നന്ദി പറയുന്നു. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ ജീവിതത്തെ പ്രതിഷ്ഠിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൃപയിലും ഏറ്റവും അഭിഷേകത്തിലും മുന്നേറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മ മാതാവേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന ദൈവദൂതന്റെ വചനത്തോട് സമ്മതം പറഞ്ഞപ്പോൾ മുതൽ ആത്മാവിൻ്റെ നിറവിനാൽ അഭിഷേകത്താൽ ജീവിതം മുന്നോട്ട് നയിച്ച പരിശുദ്ധ അമ്മേ, തിരുക്കുമാരനോട് ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആത്മാവിനെ വർഷിച്ചു തരുവാനായിട്ടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പ്രിയമുള്ളവരെ, ഇനിയുള്ള നമ്മുടെ ജീവിതം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അമ്മ നമ്മളെ ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുക, എൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിനക്ക് തരും.
പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ കരുത്തരാകും, ശക്തി പ്രാപിക്കും, നമ്മുടെ ജീവിതം കൃപ നിറഞ്ഞതാകും, അഭിഷേകമുള്ളതാകും. ആത്മാവായ ദൈവമേ, ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ സ്വർഗം തുറന്ന് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് അഭിഷേകത്താൽ അനുഗ്രഹിച്ച പരിശുദ്ധാത്മാവേ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന സ്വർഗീയ സ്വരം ഈ ലോകത്തിന് പകർന്നു നൽകിയ ദൈവത്തിൻ്റെ ചൈതന്യമേ, മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കുദാശകളുടെ സ്വീകരണത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ നീ ഉജ്ജ്വലിപ്പിക്കണമേ. ആത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. വെൺപ്രാവ് എന്നതുപോലെ ഞങ്ങളിലേക്ക് പറന്നിറങ്ങണമേ. ഇരുകരങ്ങളും യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഈ ദിവികാരുണ്യ ആരാധനയുടെ മണിക്കൂറിൽ നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകുവാനായി ആഗ്രഹത്തോടെ നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. വെൺപ്രാവെന്നതുപോ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. പാടി പ്രാർത്ഥിച്ചേ. വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നാം ഓരോരുത്തരുമായിരിക്കുന്ന ജീവിത മേഖലകളിലേക്ക് നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ച് ഇരുകരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് ഒരിക്കൽ കൂടി ചേർന്ന് പാടട്ടെ. വെൺപ്രാവ് എന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ഇരുകരങ്ങൾ യാചനാരൂപത്തിൽ പിടിക്കുമ്പോൾ നമ്മുടെ ഭവനത്തെ ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെക്കാം. ഭവനത്തിലുള്ള ഓരോ അംഗങ്ങളെ, ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അഭിഷേകം ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് കുടുംബത്തെ സമർപ്പിച്ച്, കുടുംബ ബന്ധങ്ങളെ സമർപ്പിച്ച്, കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളെ സമർപ്പിച്ച് എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. വെൺപ്രാവ് എന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. കണ്ണുകളടച്ച് കരങ്ങൾ യാചനാരൂപത്തിൽ പിടിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന എല്ലാ പ്രായമായവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം, പ്രായമായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന കുടുംബാംഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ വലിയ അഭിഷേകം എല്ലാം കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ച് ചേർന്ന് പാടട്ടെ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. എല്ലാ ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയും അഭിഷേകം ഉണ്ടാകുവാൻ, പരസ്പര സ്നേഹത്തിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലും മുന്നേറുവാൻ, ഏതെങ്കിലും ബന്ധങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ, വിവാഹമോചനത്തിന്റെ കേസുകളിലൊക്കെ ആയിരിക്കുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ കർത്താവിന്റെ ശക്തമായ ഇടപെടൽ, പരിശുദ്ധാത്മാവിന് വലിയൊരു ആവാസം ഉണ്ടാകുന്നതിന് ദാമ്പത്യ ജീവിതങ്ങളെ സമർപ്പിച്ച് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. എല്ലാവരും പാടട്ടെ. ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. നമ്മുടെ എല്ലാ മക്കളെ സമർപ്പിച്ച്, യുവതി യുവാക്കളെ സമർപ്പിച്ച്, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച്, കുഞ്ഞുമക്കളെ സമർപ്പിച്ച്, പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ ഭവനങ്ങളിലും വിദൂരങ്ങളിലുമായിരിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് ചേർന്ന് പാടിക്കേ. വലിയൊരു ചൈതന്യം എല്ലാ മക്കളും ഓരോ കുഞ്ഞുങ്ങളുമായിരിക്കുന്ന പ്രത്യേകമായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെടുന്ന എല്ലാ ദമ്പതിമാരെ സമർപ്പിച്ച് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം. ഒത്തിരി പ്രാർത്ഥന നിയോഗങ്ങൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ നിയോഗങ്ങളുടെ എല്ലാ മേൽ ദമ്പതികൾ, കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദാമ്പത്യങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താല് കുഞ്ഞുങ്ങളെ നൽകുവാനായിട്ട് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. എല്ലാ വൈദികരെ
വൈദികരെ സമർപ്പിതരെ നമുക്കൊരു നിമിഷം ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ചൈതന്യത്താൽ അഭിഷേകത്താൽ അവരെല്ലാവരും നിറയപ്പെടുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ വൈദികരെ സമർപ്പിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ വൈദികരെ സമർപ്പിതരെ സമർപ്പിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ നല്ല ദൈവവിളികൾ ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകട്ടെ, അഭിഷേകം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുകയാണ്. ഓൺലൈനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, ടിവിയിലൂടെ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേക ലക്ഷം പേരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് ചേർത്ത് വെച്ച് നമുക്കൊന്നു ചേർന്ന് വലിയൊരു കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് ശലം കൂട്ടായ്മയോട് ചേർന്ന് ഈ കുടുംബത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് അഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. പ്രത്യേകമായിട്ട് നിങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിലോർത്ത് ഈ 33 ദിനങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന നിയോഗങ്ങൾ, ആ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറവ്, നിങ്ങളായിരിക്കുന്ന ജീവിത മേഖലകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഏതെല്ലാം നിയോഗങ്ങൾ സമർപ്പിച്ചോ കർത്താവേ, ആ നിയോഗങ്ങളുടെ എല്ലാം മേൽ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം അസ്വസ്ഥമായിരിക്കുന്ന ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകുവാനായിട്ട്, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരമായിട്ട്, പുതിയ വഴികൾ കാണിച്ചു തരുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് എല്ലാവരും ചേർന്ന് സ്വരമുയർത്തി പാടി പ്രാർത്ഥിക്കട്ടെ. എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനകളെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ വലിയ അഭിഷേകം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ചേർന്ന് പാടട്ടെ. വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. പ്രത്യേകമായിട്ട് ശാലോം ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനേകരിലേക്ക് കർത്താവിൻ്റെ ഈ ശുശ്രൂഷ, ഇതുപോലെയുള്ള ആത്മീയ ശുശ്രൂഷകൾ പകർന്നു നൽകുന്ന ഈ ശാലോം കൂട്ടായ്മയെ, ഇതിന് പിന്നിൽ അധ്വാനിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും അവരുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ, കുടുംബങ്ങളെ സമർപ്പിച്ച് ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദിവികാരുണ്യേശോയെ ഒന്ന് നോക്കിക്കേ. ഈ 33 ദിനങ്ങളിൽ, കഴിഞ്ഞ 33 ദിനങ്ങളിൽ ഈ ദിവികാരുണ്യനാഥൻ നമ്മളെ നയിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ ഈശോയുടെ സന്നിധിയിലേക്ക് അടുക്കുവാൻ ശ്രമിച്ചപ്പോൾ ഈശോ പരിശുദ്ധ അമ്മയിലൂടെ അനവധിയായ കൃപകൾ നൽകി നമ്മളെ അനുഗ്രഹിച്ചു. കർത്താവെ, ഇനിയുള്ള എൻ്റെ ജീവിതം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ ഈ നിമിഷം പ്രതിഷ്ഠിക്കുവാൻ ഒരുങ്ങുമ്പോൾ, പരിശുദ്ധ അമ്മ നിൻ്റെ ദിവ്യഹൃദയത്തിലേക്ക് അത് ചേർത്ത് വയ്ക്കുമ്പോൾ, കർത്താവെ, ആ തിരുഹൃദയത്തിന് അനുയോജ്യമായ ജീവിതം നയിക്കുവാൻ പിതാവായ ദൈവമേ, പുത്രനായ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ അഭിഷേക ചൈതന്യം എന്നിലേക്ക് ചൊരിയണമേ. ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, മുന്നോട്ടുള്ള പ്രായോഗിക ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാൻ, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ, വചനം വായിക്കുവാൻ, ജപമാല ചൊല്ലുവാൻ, കുടുംബ പ്രാർത്ഥനയിൽ ഒന്നിച്ചു നിൽക്കുവാൻ, ഇന്നലെ ഞാൻ എടുത്തിരിക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും ഷോഡസനത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ആത്മാവെ, എന്നെ നയിക്കണം. ഇരുകരങ്ങളെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ഏറ്റവും ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവെ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ, എന്നെ നയിക്കണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിച്ച് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയുടെ നിമിഷത്തിൽ
നമ്മെ തന്നെ പൂർണ്ണമായി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമ്മെ അനുഗ്രഹിക്കുന്ന ഈ നിമിഷത്തിൽ ഏറ്റവും ഭക്തിയോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കണമേ. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കുന്നു. ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പേര് പറയണം. നമ്മുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് തുടർന്നുള്ള പ്രാർത്ഥനകൾ, ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പ്രതിഷ്ഠിക്കുന്നു. പരിശുദ്ധ അമ്മ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ നമ്മളെ ചേർത്ത് വയ്ക്കും. ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഞാൻ എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും അത് ആവർത്തിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും പേര് പറയുന്നു. അവിശ്വസ്തനായ ഒരു പാപി മാമോദീസായിൽ ചെയ്ത പ്രതിജ്ഞകൾ ഇന്ന് നവീകരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും പ്രവർത്തനങ്ങളെയും ഞാൻ എന്നേക്കുമായി പരിത്യജിക്കുന്നു. ജീവിതത്തിലെ എല്ലാ ദിവസവും എന്റെ കുരിശു വഹിച്ചുകൊണ്ട് ഈശോയെ പിന്തുടരാനും ഇനിമേൽ അവിടുത്തോട് കൂടുതൽ വിശ്വസ്തനായിരിക്കുവാനും വേണ്ടി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഓ മറിയമേ, സ്വർഗവാസികൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ ദിവസം എന്റെ മാതാവും നാഥയുമായി അങ്ങയെ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങയുടെ അടിമയായി എന്നെ തന്നെ സമർപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എന്റെ ആത്മാവും ശരീരവും ആന്തരികവും ബാഹ്യവുമായ എല്ലാം തന്നെയും എന്റെ എല്ലാ നല്ല പ്രവൃത്തികളുടെ യോഗ്യതകളും കഴിഞ്ഞതും ഇപ്പോഴുള്ളതും വരാനിരിക്കുന്നതും ഒന്നും മാറ്റിവെക്കാതെ എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെയും എനിക്കുള്ളവയുടെയും മേൽ പരിപൂർണമായ അധികാര അവകാശങ്ങൾ ഞാൻ അങ്ങേക്ക് നൽകുന്നു. സമയത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനു വേണ്ടി അങ്ങേ ഇഷ്ടം പോലെ അവ വിനിയോഗിച്ചാലും പ്രാർത്ഥനയോടെ ഒരു നിമിഷം കരങ്ങൾ നമുക്കൊന്ന് കുപ്പിപ്പിടിക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച എൻ്റെ ജീവിതത്തെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെക്കണമേ. പിതാവായ ദൈവമേ, അങ്ങേ പുത്രൻ്റെ തിരുഹൃദയത്തോട് സമർപ്പിക്കപ്പെട്ട ഞങ്ങളുടെ ജീവിതങ്ങളെ പുത്രനായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നൽകി സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മനമായൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ ഈ ദിനത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹ ആശീർവാദം സ്വീകരിക്കുവാനായി നമ്മൾ ഒരുങ്ങുകയാണ്. നന്ദിയോടെ ഞങ്ങളെല്ലാവരെയും ഓർക്കുകയാണ്. ഈ 34 ദിനങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വലിയ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കർത്താവെ ഞങ്ങളെല്ലാം അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു.
നിങ്ങളുടെ നിരവധിയായ തിരക്കുകൾ മാറ്റിവെച്ച് ശാലോം കൂട്ടായ്മയൊരുക്കിയ വിമല സങ്കേതം എന്ന ശുശ്രൂഷയിൽ ഒന്നിച്ച് പങ്കെടുക്കുവാൻ, ഒരു കുടുംബമായി പങ്കെടുക്കുവാൻ നമ്മെ അനുഗ്രഹിച്ച നല്ല ദൈവത്തിന് നന്ദി പറയാം. ഇനിയും ഈ സ്നേഹ കൂട്ടായ്മയിൽ ഒരു കുടുംബമായി പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ഈശോയെ, നീ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കരം പിടിക്കണമേ. പ്രാർത്ഥനയോടെ ഈ നിയോഗം മനസ്സിലോർത്ത് ദിവികാരുണീശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരീ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.